BJP ഒരു വലിയ മിഷനുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മിഷൻ 2026 ഒരു വലിയ മാസ്റ്റർ പ്ലാനോടുകൂടിയാണ്. BJP മറ്റു പാർട്ടിക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർ മണ്ഡലത്തിനെ വിഭജിക്കും. അതായത് ജയം ഉറപ്പായിട്ടുള്ള മണ്ഡലങ്ങൾ, ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ, വോട്ട് വിഹിതം വർദ്ധിപ്പിക്കേണ്ട മണ്ഡലങ്ങൾ, അതായത് A+, A കാറ്റഗറി, B, ഇങ്ങനെ തിരിച്ചു പോകുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും A ക്ലാസ് മണ്ഡലങ്ങളായിട്ട് കണ്ടിരുന്നതാണ് തിരുവനന്തപുരവും തൃശ്ശൂരും. ഇതൊക്കെ തന്നെ അതിൽ തൃശ്ശൂരാണ് വൻ വിജയം നേടാനായിട്ട് സാധിച്ചത്. തിരുവനന്തപുരത്ത് എന്ന് പറയുന്നത് ഏതാണ്ട് വിജയത്തോടെ അടുത്തെത്തുകയും ചെയ്തു. അതിപ്പോഴും A ക്ലാസ് മണ്ഡലമായിട്ട് തന്നെ നിൽക്കുകയാണ്. ഈ അവസരത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ നേട്ടത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് മിഷൻ 2026 എന്ന് പറഞ്ഞുള്ള ഒരു പ്രവർത്തന രേഖകളുമായിട്ടാണ് BJP മുമ്പോട്ട് പോകുന്നത്. അതിന് പ്രഖ്യാപനത്തിന് നരേന്ദ്രമോദി തന്നെ എത്തും. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞ് അധികാരമേറ്റു കഴിഞ്ഞ് 45 ദിവസത്തിനകം തിരുവനന്തപുരത്തിൻ്റെ വികസനം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി എത്തും. അങ്ങനെ എത്തുന്ന സമയത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനും അവിടെ നിന്ന് തുടക്കം കുറിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നത്. അപ്പം എന്തായാലും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ നേടിയ വോട്ടിൻ്റെയും വിജയത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇവർ മണ്ഡലങ്ങളെ വിഭജിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 40,000 വോട്ട്, 40,000-നും 45,000 ഇടയിൽ വോട്ട് നേടിയ നിയമസഭാ മണ്ഡലങ്ങൾ 9 ഇടമാണ്. ആ 9 ഇടങ്ങളും ഉറപ്പായും നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയുന്നതാണ് എന്ന് BJP കണക്ക് കൂട്ടുന്നു. ആ മണ്ഡലങ്ങൾ നേമം, കാട്ടാക്കട, കഴക്കൂട്ടം, കോഴിക്കോട് എലത്തൂര്, ചെങ്ങന്നൂർ, മലമ്പുഴ, കാസർഗോഡ്, മഞ്ചേശ്വരം, അരൂര്. ഇതില് നേമത്തും കഴക്കൂട്ടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഏതാണ്ട് അനൗദ്യോഗികമായി കഴിഞ്ഞിരിക്കുകയാണ്. സ്വമേധയാ പ്രഖ്യാപിച്ചു. സ്വമേധയാ എന്ന് പറയുമ്പോൾ അഹങ്കാരത്തോടുകൂടി പ്രഖ്യാപിച്ചു എന്നല്ല, കേന്ദ്ര അനുമതിയോടുകൂടി തന്നെ സ്വമേധയാ പ്രഖ്യാപിച്ചു. ഇപ്പൊ നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി നേരത്തെ തന്നെ അങ്ങ് സ്വയം ഏറ്റെടുത്തു. അതിന് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും പിന്തുണയുണ്ടായിരുന്നു. അതുപോലെ നേമത്ത്, തൃശ്ശൂരിൽ വെച്ചാണ് രാജീവ് ചന്ദ്രശേഖർ വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞത് നേമത്ത് താൻ തന്നെ ആയിരിക്കും മത്സരിക്കുക എന്നുള്ളത്. നേമം BJPക്ക് ഒരു വലിയ ഒരു അഭിമാനം നിലനിർത്തേണ്ട ഒരു മണ്ഡലമാണ്. അത് തിരിച്ചു പിടിച്ചേ പറ്റൂ. 2016 കൈവെള്ളയിൽ കൊടുത്തതാണ്, 21 നഷ്ടപ്പെടുത്തി, 26 അത് തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ കഴക്കൂട്ടത്തും V മുരളീധരന് കൂടുതൽ അടുപ്പമുണ്ട്. തനിക്ക് ജയസാധ്യതയുള്ളതായിട്ട് തന്നെയാണ് മുരളീധരൻ കാണുന്നത്. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഏതാണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയില് പ്രതിപട്ടികയുടെ സ്ഥാനത്തേക്ക് കയറിപ്പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതൊക്കെ CPM-ന് ആ മണ്ഡലത്തിൽ കനത്ത തിരിച്ചടി. ഇനി ഏത് കടകംപള്ളിയല്ല, ഏത് പള്ളി വന്നാലും അവിടെ CPM 8 നിലയിലേക്ക് തകർന്നടിയും എന്നുള്ള ഘട്ടത്തിൽ തിരിയുമ്പോൾ V മുരളീധരൻ അത് വേണ്ട തരത്തിൽ കൈകാര്യം ചെയ്ത് കഴക്കൂട്ടം മണ്ഡലത്തെ നിയമസഭയിൽ എത്തിക്കാൻ കഴിയുമെന്നാണ് പാർട്ടി തലത്തിൽ തന്നെ കണക്കുകൂട്ടൽ. അതുപോലെ തന്നെ കാട്ടാക്കടയിലും ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന കാട്ടാക്കടയിൽ എപ്പോഴും BJP മുമ്പിലാണ് നിൽക്കുന്നത്. PK കൃഷ്ണദാസ് അത് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തനം തുടങ്ങിയിട്ട് നാളുകളേറെയായി. കാട്ടാക്കടയിലെ അതിശക്തമായ മത്സരം എപ്പോഴും ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ IB സതീഷ് വീണ്ടും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ IB സതീഷും കൃഷ്ണദാസും തമ്മിലുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു പോരായിരിക്കും അവിടെ കാണാൻ പോവുക. ചെങ്ങന്നൂരിൽ 45,000 വോട്ട് നേടിയിട്ടുള്ള മണ്ഡലമാണ്. ചെങ്ങന്നൂരിൽ സന്ദീപ് വചസ്പതിയുടെ പ്രവർത്തനം ആലപ്പുഴ ജില്ലയിൽ ഉണ്ടായി. അതുകൊണ്ട് സന്ദീപ് വചസ്പതി ആയിരിക്കും ചെങ്ങന്നൂരിൽ മത്സരിക്കുക എന്നറിയുന്നുണ്ട്. അതുപോലെ തന്നെ മലമ്പുഴയിൽ BJPക്ക് കയറി വരാൻ പറ്റുന്ന ഇടമാണ്. കാസർഗോഡ്
മഞ്ചേശ്വരത്ത് അശ്വിനി മത്സരിക്കും എന്നാണ് അറിയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഒന്നുകിൽ അരൂരിലെ അല്ലെന്നുണ്ടെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ തന്നെ കായംകുളത്ത് മത്സരിക്കാനുള്ള സാധ്യതയുമാണുള്ളത്. എന്തായാലും ആലപ്പുഴ ജില്ലയിൽ തന്നെ ആയിരിക്കും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക. ഇനിയും ഏതാണ്ട് 35,000-നും 40,000-നും ഇടയിൽ വോട്ട് നേടിയ 12 മണ്ഡലങ്ങളാണ് അടുത്ത് തിരിച്ചിരിക്കുന്നത്. കോവളം, വട്ടിയൂർക്കാവ്, പാറശാല, ചിറയിൻകീഴ്, കൊട്ടാരക്കര, നാട്ടിക, കൊടുങ്ങല്ലൂർ, പാലക്കാട്, മാവേലിക്കര, പുതുക്കാട്, ഇരിങ്ങാലക്കുട, ഒറ്റപ്പാലം. ഇതും വിജയസാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ, മികച്ച സ്ഥാനാർത്ഥികളെ മത്സര രംഗത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മണ്ഡലങ്ങളിലും വൻ വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നവർ കണക്ക് കൂട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 30,000-നും 35,000-നും ഇടയിൽ നിൽക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കുന്നത്തൂർ സംവരണ മണ്ഡലമാണ്. മുമ്പ് ആറന്മുള പലപ്പോഴും BJPക്ക് അനുകൂല ഘടകമായിട്ട് നിൽക്കുന്നതാണ്. കുമ്മനം രാജശേഖരനൊക്കെ മത്സരിച്ചിട്ടുള്ള മണ്ഡലമാണ്. കരുനാഗപ്പള്ളി നിലവില് മുമ്പ് CPIയുടെ കയ്യിലിരുന്നതാണ്. പിന്നീട് CR മഹേഷ് അത് കോൺഗ്രസ് തിരിച്ചു പിടിക്കുകയുണ്ടായി. കുണ്ടറയിൽ PC വിഷ്ണുനാഥാണ്. ചേലക്കര, വടക്കാഞ്ചേരി, മണലൂരിൽ വലിയ വിജയസാധ്യതയാണ് BJP കാണുന്നത്. ഷൊർണൂർ, കോഴിക്കോട്, നെന്മാറ എന്നീ മണ്ഡലങ്ങളാണ് 30,000-നും 35,000-നും ഇടയിൽ വോട്ട് നേടുന്നത്. ഈ നേമത്തും വട്ടിയൂർക്കാവിലും തിരുവനന്തപുരത്ത് മുന്നിൽ നിൽക്കുന്ന ഇടമാണ്. വട്ടിയൂർക്കാവ് ഇപ്പോൾ ഒരു വലിയ പ്രസ്റ്റീജ് പോരാട്ടം നടക്കാൻ പോകുന്ന ഒരു മണ്ഡലമായി മാറുമെന്നുള്ളതാണ്. എന്തായാലും ഈ 40,000-നും 45,000-നും ഇടയിൽ 9 മണ്ഡലങ്ങൾ, 35,000-നും 40,000-നും ഇടയിൽ വോട്ട് നേടിയ 12 മണ്ഡലങ്ങൾ, 30,000-നും 35,000-നും ഇടയിൽ വോട്ട് നേടിയ 13 മണ്ഡലങ്ങളുമാണ്. അപ്പോൾ ജനുവരി 2-ാം വാരത്തോടുകൂടി ഈ 34 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. ഈ 34 മണ്ഡലങ്ങൾ പ്രത്യേകമായി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് BJP രംഗത്ത് വരാൻ പോകുന്നത്. നോക്കണം, ജനുവരി 2-ാം വാരം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ഏപ്രിൽ അവസാനം മെയ് ആദ്യവാരമായിരിക്കും. മെയ് അവസാനത്തേക്ക് പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരണം. അപ്പോൾ സമയം നിൽക്കുകയാണ്. പിന്നെയും ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഏതാണ്ട് 4 മാസം പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥികൾക്ക് ആ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കാനും അവരിൽ നിന്ന് മണ്ഡലത്തിന് ഏതെല്ലാം തരത്തിലുള്ള കാര്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും എന്നും മനസ്സിലാക്കാൻ കഴിയും. ആ വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരുന്നു, ഏത് മണ്ഡലത്തിലാണോ നിങ്ങൾ നോട്ടമിടുന്നത് ആ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചുകൊള്ളുക. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം വോട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾ വിലയിരുത്താൻ പോകുന്നത്. ആ വിലയിരുത്തലിലൂടെ നിങ്ങൾക്ക് ആ മണ്ഡലം സ്ഥാനാർത്ഥികളാക്കി മാറ്റുകയും ചെയ്യും. അത് നിങ്ങൾക്ക് കൂടുതൽ വിജയസാധ്യതയിലേക്ക് എത്തിക്കാനും കഴിയും എന്നാണ് BJP പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനാണ്. ഈ മാസ്റ്റർ പ്ലാനിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ 2026 ഒരു UDFന് വലിയൊരു മുന്നേറ്റം കാണുന്നുണ്ട് എന്ന് പറയുമ്പോഴും BJP വളരെ നിർണായക ശക്തിയായി മാറാനുള്ള സാധ്യതയാണ് സംസ്ഥാന ഘടകം കാണുന്നത്. അതായത് BJP ഇവരുടെ ഈ കണക്കുകൂട്ടൽ അനുസരിച്ചുള്ള സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞാൽ കേരളം ആര് ഭരിക്കണമെന്ന് തീർച്ചപ്പെടുത്താൻ പോകുന്നത് BJP ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ്.